ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനായി പോകുന്ന സുഭാഷിന്റെ ഒപ്പം നികേഷിനെ പറഞ്ഞു വിടുകയാണ് നിധി. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സുഭാഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നും നിധി പറയുന്നു. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, നികേഷ് നീ എന്തെങ്കിലും മിണ്ടാൻ നിൽക്കുന്നേ? മുന്നോട്ട് നടക്കുന്ന നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നികേഷിനെ വിട്ട് സുഭാഷ് ഏട്ടൻ എവിടെയും പോകില്ല എന്ന് എല്ലാവരും പറഞ്ഞു. എന്നെ വിട്ട് സുഭാഷ് ഏട്ടൻ പോകില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ സുഭാഷ് ഏട്ടൻ പോയി, എന്നെ പറ്റി പോലും ചിന്തിച്ചില്ല. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ലടാ നികേഷ്, ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചതുകൊണ്ടാ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത് തന്നെ. ഞാൻ കാരണമാണോ നിങ്ങൾക്ക് നല്ലതൊന്നും നടക്കാത്തതെന്ന് ഉള്ളിലൊരു ഭയം തോന്നി. ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഇനി അങ്ങനെയൊന്നും പോകില്ല. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടൻ ഇനിയും പോയി നോക്ക്. തിരിച്ച് സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ആരും ഉണ്ടാകില്ല. എടാ നികേഷ് എന്ന് സുഭാഷ് ദേഷ്യത്തോടു കൂടി വിളിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, കേട്ടപ്പോ തന്നെ സുഭാഷ് ഏട്ടനെ വേദനിച്ചു. അപ്പൊ സുഭാഷ് ഏട്ടനെ കാണാതെ പോയപ്പോൾ ഞങ്ങൾ എന്തോരം വേദനിച്ചു. അപ്പൊ സുഭാഷ് പറയുകയാണ്, നീ വാ, സുഭാഷ് ഏട്ടൻ നിനക്ക് കേക്ക് വാങ്ങിച്ചു. നികേഷ് ചോദിക്കുന്നു, കേക്കോ? എങ്കിൽ പിന്നെ 2 കേക്ക് മേടിക്കണം. ശരിടാ, വാങ്ങിത്തരാന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി കടയിലേക്ക് പോവുകയാണ് സുഭാഷ്. തുടർന്ന് രാജന്റെ കടയിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, ചേട്ടാ 2 കേക്ക് തരണേ. അപ്പൊ രാജൻ പറയുകയാണ്, സുഭാഷെ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ നിന്റെ അനിയന്മാര് ഈ നാട് മുഴുവൻ അന്വേഷിക്കുകയായിരുന്നല്ലോ. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എപ്പോഴേ തിരിച്ചു വന്നു, ചേട്ടൻ കേക്ക് എടുക്ക്. ഒരാൾ പറയുന്നു, സുഭാഷ് ഏട്ടനെ കണ്ടോ, സുഭാഷ് ഏട്ടനെ കണ്ടോ എന്ന് ചോദിച്ച് കടകളെല്ലാം കേറി ഇറങ്ങുകയായിരുന്നു അനുജന്മാര്. സുഭാഷ് എവിടാ പോയത്? ഇത് കേട്ട് സുഭാഷിനെ നോക്കിയിട്ട് നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഒരു ജോലിക്കാരിയുമായി ബന്ധപ്പെട്ട് പോയതാ. അപ്പോൾ ഒരാൾ പറയുന്നു, എങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, രാജേട്ട കേക്ക് ഇതാ. അപ്പൊ നികേഷ് പറയണ, കേക്കും വേണ്ട ഒന്നും വേണ്ട, സുഭാഷ് ഏട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അങ്ങനെ സുഭാഷിനെയും കൂടി നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ അവരിൽ ഒരാൾ പറയുകയാണ്, അപ്പൊ നമ്മൾ കേട്ടതെല്ലാം സത്യമായിരുന്നു. നികേഷും സുഭാഷും വഴിയിലൂടെ നടന്നു വരുമ്പോൾ വഴിയിൽ കാണുന്ന ചേച്ചിമാരൊക്കെ സുഭാഷിനോട് ചോദിക്കുന്നു, സുഭാഷിനെ കാണാനില്ല എന്ന് കേട്ടു, എവിടെ പോയതായിരുന്നു? എവിടെയെങ്കിലും ഒളിച്ചോടി പോയതാണോ? ഇല്ല ചേച്ചി, ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അവർ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഗംഗാധരൻ ആ വഴിയെ വരികയാണ്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, വെല്ലിച്ചൻ. സുഭാഷ് ഏട്ടനെ കാണാനില്ല എന്നറിഞ്ഞ ഉടനെ വെല്ലിച്ചനും അമ്മായും വീട്ടിൽ വന്ന് സുഭാഷ് ഏട്ടനെ പറ്റി അന്വേഷിച്ചു. ഇതേട്ട് സുഭാഷ് പറയുകയാണ്, ഞാൻ അറിഞ്ഞു, അവര് നമ്മുടെ വീട്ടിലേക്കൊന്നും അങ്ങനൊന്നും വന്നിട്ടില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടനോട് അവർക്ക് എന്തോ ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ടാ അവര് വന്നത്. നേരെ നടന്നു വരുന്ന ഗംഗാധരൻ സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ഗംഗാധരനെ നോക്കുകയാണ്. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്താ ഇത്? അന്ന് സുഭാഷ് ഏട്ടനെ പറ്റി അന്വേഷിച്ചു വന്നതാ. സുഭാഷ് ഏട്ടൻ തിരിച്ചു വന്നപ്പോൾ അറിയാത്ത ആളെ കണ്ടതുപോലെയാണല്ലോ പോകുന്നത്. വെല്ലിച്ചെന്ന് വിളിച്ച അരികിലെ കൂടി ചെന്ന് സുഭാഷ് പറയുന്നു, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ വെല്ലിച്ചനും അമ്മായിയും വീട്ടിൽ വന്ന് അന്വേഷിച്ചു എന്നറിഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്താ അങ്ങനെ പോയെന്ന് വെച്ചാൽ, ഒരു ജോത്സ്യൻ വന്ന് ഞാൻ ആ വീട്ടിലുള്ളത് കൊണ്ടാണ് എന്റെ അനുജന്മാർക്ക് നല്ലൊരു ജീവിതം കിട്ടാത്തതെന്നും അവരുടെ വിവാഹം നടക്കാത്തതെന്നും ഒക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല. ഞാൻ കാരണം എന്റെ അനുജന്മാർക്ക് ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടു പോയത്. അനുജന്മാരെന്നെ അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാ വിഷമത്തിനും അപ്പുറം ഒരു സന്തോഷമുള്ളത് വെല്ലിച്ചനും അമ്മായിയും വീട്ടിലേക്ക് വന്ന് എന്നെ കുറിച്ച് അന്വേഷിച്ചതാ. ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ വന്നല്ലോ, അത് മതി. ഇത് കേട്ട് തലയാട്ടി ഗംഗാധരൻ മുന്നോട്ട് നടന്നു പോകുമ്പോൾ വെല്ലിച്ചെന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന സുഭാഷ് പറയുന്നു, ജോത്സ്യൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന് എന്തോ ഒരു ശാപം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു തവണ എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്കാർക്കും നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ആരും ഇതുവരെ അവിടെ പോയിട്ടുമില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും അറിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് വെല്ലിച്ചൻ പറയുമോ? അപ്പോൾ ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക് സുഭാഷേ, ആ വീട്ടില് എനിക്ക് നിന്നോട് മാത്രമേ ഒരല്പം സ്നേഹവും വാത്സല്യവും ഉള്ളൂ. നിന്നെ കാണാനില്ലെന്ന് അറിഞ്ഞ ഉടനെ വിഷമിച്ച ഞങ്ങൾ അവിടെ വന്ന് അന്വേഷിച്ചത്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളാണെന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ 2 കുടുംബവും തമ്മിൽ ഒന്നിക്കില്ല. അത് ഈ ജന്മത്തിൽ നടക്കില്ല. അത് നീ സ്വപ്നം കാണുകയും വേണ്ട. ഇപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് പോയി നമ്മുടെ കുടുംബം ഒന്നിച്ചു എന്ന് നാട്ടുകാരെ അറിയിക്കണം. അതിനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. കുടുംബക്ഷേത്രം എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അകറ്റി നിർത്തിയവരെല്ലാം അകന്നു തന്നെ നിൽക്കട്ടെ, അടുക്കാൻ ശ്രമിക്കേണ്ട. അങ്ങനെ ഗംഗാധരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് ചോദിക്കണേ, എന്താടാ ഇതിങ്ങനെ? അപ്പൊ നികേഷ് പറയുകയാണ്, ഞാൻ ഓർത്തു ഇവരുടെയൊക്കെ മനസ്സ് പറയുന്നു. എനിക്ക് തോന്നുന്നു സുഭാഷ് ഏട്ടനെ കാണാനില്ലാന്നറിഞ്ഞ് സന്തോഷത്തിലാണ് വന്ന് അന്വേഷിച്ചെന്ന്. അപ്പൊ സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ, വിഷമം കൊണ്ട് തന്നെ ആയിരിക്കും വന്നത്. നമ്മൾ ഒരു കുടുംബം ആകുന്നത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. നീ അത് വിട്. കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഭഗവാൻ തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരും. തുടർന്ന് പണിസ്ഥലത്ത് നിൽക്കുന്ന സുഭാഷ് കാണുകയാണ് ചാന്ദിനി കരഞ്ഞുകൊണ്ട് അവിനാശിനോട് സംസാരിക്കുന്നത്. അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, അവിനാശ് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ ചാന്ദിനി കരയുന്നത്? അപ്പൊ അവിനാശ് പറയണ, ഞാൻ നേരത്തെ ബയ്യോട് പറഞ്ഞിരുന്നില്ലേ, ഒരു റൗഡിയുമായി ചാന്ദിനിയുടെ കല്യാണം ആലോചിക്കുന്ന കാര്യം. അവൻ ഞങ്ങളുടെ ബന്ധുവാ, ഞങ്ങളുടെ അമ്മാവന്റെ മകൻ. ചാന്ദിനി ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അവൻ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. അതിനാ അവള് കരയുന്നത്. അവൾക്ക് ഇഷ്ടമല്ലാന്ന് വീട്
വീട്ടിൽ എല്ലാവരോടും അവൾ പറഞ്ഞു. പക്ഷെ വീട്ടിൽ ആരും കേൾക്കുന്നില്ല. ചാന്ദിനിയും അവനും തമ്മിലുള്ള വിവാഹം വീട്ടുകാർ നടത്തുമോന്ന് ഭയന്നാ ഞാൻ ചാന്ദിനിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അയാൾക്ക് പണം മാത്രമല്ല രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അവൻ നാട്ടിലില്ലാത്ത സമയം നോക്കിയാ ഞാൻ ചാന്ദിനി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെന്തോ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് പോയതാ. ഇപ്പൊ വീട്ടിൽ വന്ന് ചാന്ദിനി എവിടെയെന്ന് ചോദിച്ച് ബഹളം വെച്ചു. വീട്ടിലെല്ലാവരും ചാന്ദിനിയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാനാ പറയുന്നത്. അവനും അവന്റെ ആളുകളും നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതറിഞ്ഞ ഭയന്ന് നിൽക്കുക ചാന്ദിനി. ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ചാന്ദിനി കരയുമ്പോൾ സുഭാഷ് പറയുന്നു, ചാന്ദിനി കരയാതെ സംസാരിക്കട്ടെ. അവിനാശെ അവർക്ക് നിന്റെ വീടറിയാമോ? അപ്പോൾ അവിനാശ് പറയുകയാണ്, വീടറിയില്ല, പക്ഷെ വന്നാൽ ഉറപ്പായും എന്നെ വിളിക്കും. ഞാൻ അഡ്രസ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടുകാര് ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ച് എങ്ങനെയെങ്കിലും അവൻ ഞങ്ങളുടെ വീട് കണ്ടെത്തി വരും. അതുമാത്രമല്ല ഞങ്ങളുടെ അച്ഛനും അമ്മയും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഭയ്യ. സുഭാഷ് ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം ചാന്ദിനി എന്നോട് പറയാൻ ശ്രമിച്ചത് ഇതായിരുന്നു? അപ്പോൾ അവിനാശ് പറയുകയാണ്, അതെ ഭയ്യ, അവൻ അവിടുന്ന് തിരിച്ച കാര്യം ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. സുഭാഷ് പറയുന്നു, അവിനാശ് ചാന്ദിനി പാവമല്ലേ? അപ്പൊ അവിനാശ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാ ഭയ്യ? എന്നെയും കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഇവളെ പറഞ്ഞു വിടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുക. അപ്പോൾ സുഭാഷ് പറയുകയാണ്, അവിനാശ് കല്യാണം കഴിക്കാൻ പോകുന്നത് ചാന്ദിനിയല്ലേ? അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലല്ലോ. അവിനാശ് പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ അവര് കേൾക്കില്ല. ഇവളുടെ ഇഷ്ടമൊന്നും അവര് നോക്കില്ല. ചാന്ദിനെ അവൻ കണ്ടാൽ ഉറപ്പായും അവൻ കൂട്ടിക്കൊണ്ടുപോകും. ഇത് കേട്ട് ചാന്ദിനി പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, അവിനാശേ നീ നിന്റെ വീട്ടിലേക്ക് പോയാലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ട, ഈ സൈറ്റിൽ തന്നെ താമസിക്കുക. വേണ്ട, ഈ സൈറ്റിൽ വേണ്ട. നിന്റെ കൂട്ടുകാരനാരോ മറ്റൊരു സൈറ്റിൽ ജോലി ചെയ്യുന്നില്ലേ, അയാളുടെ ഒപ്പം പോയി താമസിക്കുക. ചാന്ദിനി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവര് വന്ന് എത്ര അന്വേഷിച്ചാലും നമ്മുടെ വീട്ടിൽ ചാന്ദിനി ഉണ്ടെന്നുള്ള കാര്യം അവരറിയില്ലല്ലോ. അവിടെ എങ്ങനെയാണെന്ന് അവിനാശി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അതിനെന്താ അവിനാശേ, വീട്ടിലെ നിധിയുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചാന്ദിനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. ദേ നോക്ക്, ചാന്ദിനിയുടെ കരച്ചിൽ കണ്ടില്ലേ? പ്ലീസ് ഭയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൈകൂപ്പുകയാണ് ചാന്ദിനി. സുഭാഷ് പറയുന്നു, അവിനാശേ നമ്മുടെ വീട്ടിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. നിന്റെ വീട്ടിൽ നീ താമസിച്ചാലേ പ്രശ്നമുള്ളൂ. ഫോൺ വിളിച്ചാൽ എടുക്കരുത്, സ്വിച്ച് ഓഫ് ചെയ്തേക്കണം. രാത്രി ഇവിടെ താമസിച്ചൊക്കെ അവർ അന്വേഷിക്കുവോ? അപ്പോൾ അവിനാശ് പറയണ, താമസിക്കാനൊന്നും സാധ്യതയില്ല. അപ്പൊ സുഭാഷ് പറയണ, പിന്നെന്താ, നമുക്ക് നോക്കാം. അവൻ ചാന്ദിനിയുടെ കരച്ചിൽ കണ്ടില്ലേ? അവിനാശ് നീ എന്താ പറയുന്നത്? പ്ലീസ് ഭയ്യ എന്ന് പറഞ്ഞ ചാന്ദിനി കരഞ്ഞ് കൈകൂപ്പുമ്പോൾ അവിനാശ് പറയുന്നു, ശരി ഭയ്യ, അവള് നിങ്ങളുടെ വീട്ടിൽ താമസിക്കട്ടെ. ഇത് കേട്ട് സുഭാഷ് പറയണ, ശരി, അപ്പൊ നീ സമയം കളയാതെ ചാന്ദിനിയെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം. ശരി എന്ന് പറഞ്ഞ അവിനാശ് ഹിന്ദിയിൽ ചാന്ദിനിയോടെല്ലാം പറയുകയാണ്. സുഭാഷിന്റെ മുന്നിൽ കൈകൂപ്പി ചാന്ദിനി പറയുന്നു, എനിക്ക് ചെയ്യുന്നത് വലിയൊരു സഹായമാണ്, ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല, നന്ദിയുണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പുകയാണ് ചാന്ദിനി. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, സാരമല്ല ചാന്ദിനി, അവിനാശ് നീ കൂട്ടിക്കൊണ്ടുപോ. അവിനാശ് ചാന്ദിനിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുധീഷും ഹരീഷും നിധിയും ഹോളിലിരിക്കുമ്പോൾ ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് അവിനാശും ചാന്ദിനിയും. നിധി സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുമ്പോൾ ബാഗുമായി അകത്തേക്ക് കയറി വരുന്ന ചാന്ദിനിയെ സംശയത്തോടുകൂടി നോക്കുകയാണ് സുധീഷും ഹരീഷും. അവിനാശ് പറയുന്നു, ചാന്ദിനി ഈ വീട്ടിൽ നിൽക്കട്ടെന്ന് ഭയ്യ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അവിനാശ് പറയുകയാണ്, അവിടെയല്ല. ചാന്ദിനിയുടെ മുറച്ചിറക്കം കാരണം ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുഭാഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത സുധീഷിനോട് സുഭാഷ് പറയുന്നു, സുധീഷ് അവിനാശിന്റെ വീട്ടിലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചാന്ദിനിയെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കണം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ ഇപ്പഴാ പറഞ്ഞത്, ചാന്ദിനി എത്ര നാള് വേണമെങ്കിലും ഇവിടെ താമസിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. ഒരുപാട് നന്ദിയുണ്ടെന്ന് അവിനാശ് പറയുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി ചാന്ദിനിയെ നോക്കുകയാണ്. അവിനാശ് പറയുന്നു, ചാന്ദിനി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ ഉറപ്പായിട്ടും അവളുടെ മുറച്ചെറുക്കം വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകും. അവനിൽ നിന്നും രക്ഷപ്പെട്ട അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഭയമാണ്. സുധീഷ് പറയുന്നു, പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ചാന്ദിനി നോ വറി, മേരാ ടേക്ക് കെയർ. ഇത് കേട്ട് ചാന്ദിനി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുകയാണ്. നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നു. നിധിയുടെ ആ നോട്ടം കണ്ട് സുധീഷ് പതറി നിൽക്കുമ്പോൾ ഹരീഷ് പതിയെ പറയുന്നു, സുധീഷ് ഏട്ടാ കുറച്ച് ഓവർ ആവുന്നുണ്ട്, അടങ്ങി നിൽക്കുന്നതാ നല്ലത്. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കാം, നിങ്ങൾ ഇരിക്കെ. അങ്ങനെ നിധി അകത്തേക്ക് പോകുന്നു. അവിനാശും ചാന്ദിനി അവിടേക്ക് ഇരിക്കുന്നു. തുടർന്ന് ചായ ഉണ്ടാക്കുന്ന നിധി മനസ്സിൽ പറയുകയാണ്, കുടുംബക്ഷേത്രം എവിടെയാണെന്ന് സുനന്ദയ്ക്ക് അറിയാമായിരിക്കുമല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ നിധി സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധിയുടെ കോള് കണ്ട് വിശ്വസിക്കാനാകാതെ ഫോൺ അറ്റൻഡ് ചെയ്ത് സുനന്ദ ചോദിക്കുന്നു, നിധി സുഖമാണോ? പുഞ്ചിരിച്ച നിധി പറയുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സുനന്ദയ്ക്ക് സുഖമാണോ? അപ്പൊ സുനന്ദ പറയുകയാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അതിശയാണല്ലോ, എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് സുനന്ദയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പറയൂ നിധി എന്ന് സുനന്ദ പറയുമ്പോൾ നിധി പറയുകയാണ്, വീട്ടിലെല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ല. സുനന്ദയ്ക്ക് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാമോ? അപ്പൊ സുനന്ദ പറയുകയാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ലല്ലോ, ഞാൻ 2-3 തവണ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അശ്വിനെയും എന്നെയും കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പക്ഷെ കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല.
അറിയില്ല. ഏകദേശ വഴിയൊക്കെ സുനന്ദ പറഞ്ഞു കൊടുക്കുകയാണ്. സുനന്ദ പറയുന്നു, കറക്റ്റ് സ്ഥലം ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. അപ്പൊ നിധി പറയുകയാണ്, ചോദിച്ചിട്ട് പറ, ഞങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് പറയരുത്. അത് പറഞ്ഞാൽ ക്ഷേത്രം എവിടെയാണെന്ന് പറയില്ല. അപ്പൊ സുനന്ദ പറയുകയാണ്, ഇല്ല ഞാൻ ചോദിച്ചിട്ട് പറയാം. ശരി എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് രാത്രി സുധീഷിന്റെ ഒപ്പം വീട്ടിലേക്ക് നടന്നു വരുന്ന സുഭാഷ് ചാന്ദിനിയുടെ കാര്യങ്ങളൊക്കെ സുധീഷിനോട് പറയുകയാണ്. ചാന്ദിനിയുടെ അമ്മാവന്റെ മകൻ ചാന്ദിനി അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അയാൾ തിരിച്ചു പോകുന്നത് വരെ ചാന്ദിനി നമ്മുടെ വീട്ടിൽ താമസിക്കട്ടെ. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടന് ചാന്ദിനിയോട് പ്രേമമുണ്ടോ? അപ്പൊ സുഭാഷ് പറയണ, ചിന്തർത്തല, ചാന്ദിനി എന്റെ സഹോദരിയെ പോലെയാ. ഇതിക്കിട്ട് സുധീഷ് പറയണ, സ്കൂളിൽ പ്ലഡ്ജ് പറയുന്നത് പോലെയാണല്ലോ. അതിപ്പോഴും സുഭാഷേട്ടൻ ദിവസവും പറയുന്നുണ്ടോ? കാണുന്ന പെണ്ണുങ്ങളെല്ലാം സുഭാഷേട്ടൻ സഹോദരിമാരാ. ഇപ്പൊ റോഡിൽ കൂടി ഒരു സുന്ദരി പെൺകുട്ടി പോവുകയാണെങ്കിൽ സുഭാഷേട്ടൻ നോക്കുവോ? ഞാൻ എന്തിനാ നോക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അങ്ങനെ നോക്കിയാലും സഹോദരിയായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ എങ്ങനെ കല്യാണം നടക്കുക? ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ലേ? അപ്പോൾ സുഭാഷ് പറയണ, അതൊക്കെ തെറ്റാടാ. ഇത് കേട്ട് സുധീഷ് പറയണ, അപ്പൊ ഞാനും ഹരീഷും ഒക്കെ തെറ്റാണോ ചെയ്യുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയല്ല, നീ ഇങ്ങോട്ട് വാ, നമ്മള് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ക്ഷേത്രം എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോയി ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാലോ? അതൊക്കെ തെറ്റാണെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, ഇതും തെറ്റാണോ? എങ്കിൽ പിന്നെ ഏതാ ശരിയെന്ന് പറ. അപ്പൊ സുഭാഷ് പറയുന്നു, വല്യച്ഛനോട് ചോദിച്ചു, വല്യച്ഛനൊന്നും പറഞ്ഞില്ല. സുനന്ദയോട് നിധി സംസാരിച്ചിട്ടുണ്ട്. സുനന്ദ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ അവര് സുനന്ദയോട് പറയുമോന്നും അറിയില്ല. സുനന്ദ നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും അവര് പറയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ സുഭാഷേട്ട നടക്കും. ഈ സമയം ആ വഴി വരികയാണ് ഗംഗാധരൻ. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ, ആരാ അത്? ഓ, വല്യച്ഛനായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഭയന്നുപോയി. സുഭാഷ് പറയുന്നു, വല്യച്ഛനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. ഗംഗാധരൻ അവരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് കടന്നു പോവുകയാണ്. സുഭാഷ് പതിയെ വല്യച്ഛന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഗംഗാധരൻ തിരിഞ്ഞു നോക്കുന്നില്ല. പെട്ടെന്ന് ഗംഗാധരൻ തിരിഞ്ഞെന്ന് സുഭാഷിനെ വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, വിളിച്ചു. സുഭാഷ് അരികിലേക്ക് ചെല്ലുമ്പോൾ പിന്നാലെ സുധീഷും പോവുകയാണ്. ഗംഗാധരൻ പറയുന്നു, കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആദ്യം എനിക്കത് പറയാൻ മനസ്സ് വന്നില്ല. പിന്നെ ഒന്ന് ആലോചിച്ചപ്പോൾ നീ ചോദിച്ചല്ലേ, പറയാന്ന് തീരുമാനിച്ചു. അങ്ങനെ കുടുംബക്ഷേത്രം ഏതാണെന്നും എവിടെയാണെന്നും ഒക്കെ ഗംഗാധരൻ പറയുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട് വല്യച്ഛ. അപ്പൊ ഗംഗാധരൻ പറയുകയാണ്, നീ സുനന്ദയുടെ കല്യാണത്തിന് വലിയ ഉപകാരമാണ് ചെയ്തത്. ആ ഉപകാരം മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഉപകാരം ചെയ്യുന്നത്. മനസ്സിലായോ? നിന്റെ കുടുംബത്തില് വേറെ ആരെ ചോദിച്ചിരുന്നെങ്കിലും ഞാൻ ഇത് പറയില്ലായിരുന്നു. നീ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നീ മാത്രം കുടുംബക്ഷേത്രത്തിലേക്ക് പോയാൽ മതി. കണ്ടവന്മാരെയൊന്നും കൂട്ടിക്കൊണ്ട് പോകണ്ട. അങ്ങനെ ഗംഗാധരൻ സുധീഷിനെ നോക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, ഹലോ, ഞങ്ങൾ ആരും പോകില്ല, അതിന് പേടിക്കണ്ട. ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, ക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഒന്നിച്ചിട്ടില്ല, അത് ഓർത്തോണം. ഗംഗാധരൻ അവിടെ നിന്ന് പോയതിനു ശേഷം സുഭാഷ് പറയുകയാണ്, വല്യച്ഛൻ നമ്മളോട് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നു സുധീഷ്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചെന്ന് തോന്നുന്നു. പെട്ടെന്ന് എങ്ങനാ വല്യച്ഛന്റെ സ്വഭാവം മാറിയത്? ഞാൻ രാവിലെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ടു പോയ ആളാ. ഇപ്പൊ വല്യച്ഛൻ തന്നെ വന്ന് പറഞ്ഞിട്ട് പോകുന്നു. പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, അതാണോ കാര്യം? ഞാൻ പറയാം. ഗംഗാധരൻ ചായ കുടിച്ചുകൊണ്ട് ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വാമിയെയും കൂട്ടിക്കൊണ്ട് ആ വഴി വരികയാണ് സുധീഷ്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ? പറഞ്ഞതുപോലെ ചെയ്യണമെന്നാ സുധീഷ് പറയും. ആ സ്വാമി പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗാധരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, ആ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ? അയാളുടെ അടുത്ത് എന്ന് ഞാൻ പറഞ്ഞു തന്നതുപോലെ പറയണം. ഒരിക്കൽ കൂടി എനിക്കൊന്ന് പറഞ്ഞു തരുമോന്ന് സ്വാമി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ എത്ര തവണ പഠിപ്പിച്ചതാ, പഠിപ്പിച്ച് എനിക്ക് മനപ്പാടമായി. ഒന്നുകൂടി പറഞ്ഞു തരാന്ന് പറഞ്ഞ് സ്വാമിയുടെ ചെവിയിൽ ഗംഗാധരന്റെ അടുത്ത് പോയി പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സുധീഷ്. തുടർന്ന് അയാൾ ഗംഗാധരന്റെ അരികിലേക്ക് വരികയാണ്. ഗംഗാധരൻ സ്വാമി എന്ന് വിളിക്കുമ്പോൾ സ്വാമി ചോദിക്കുന്നു, കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി ചോദിച്ചാൽ നീ പറയില്ലേടാ? നിന്റെ പോലെ അവനും എന്റെ മകനല്ലേ? അവൻ എന്നെ കാണാൻ വഴി ചോദിച്ചപ്പോൾ നീ പറഞ്ഞു കൊടുത്തില്ല അല്ലേ? ഞാൻ വഴി പറഞ്ഞു കൊടുക്കാമെന്ന് ഗംഗാധരൻ പറയുമ്പോൾ സ്വാമി പറയുകയാണ്, മനുഷ്യരായ നിങ്ങളാണ് തമ്മിലടിക്കുന്നത്, ദൈവങ്ങൾക്ക് തമ്മിലടിയൊന്നുമില്ല. നിന്റെ ക്ഷേത്രം എന്റെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ തരംതിരിക്കുന്നോടാ. കുലദൈവങ്ങളുടെ ശാപം നിന്നെ വെറുതെ വിടില്ല. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, കലക്കി, യഥാർത്ഥ സ്വാമിയായിട്ട് അങ്ങ് മാറിയല്ലോ. സ്വാമി പറയുന്നു, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരെ നീ തടയരുത്, അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. കൈകൂപ്പി ടെൻഷനോടുകൂടി ഗംഗാധരൻ പറയുന്നു, ശരി സ്വാമി, ഞാൻ തടയില്ല, ഞാൻ പറഞ്ഞോളാം, എന്നോട് ക്ഷമിക്കണം. സ്വാമി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് കൈയാട്ടി വിളിക്കുകയാണ്. സ്വാമി സുധീഷിന്റെ അരികിലേക്ക് പോകുന്നു. കണ്ണു തുറന്ന ഗംഗാധരൻ ചോദിക്കുന്നു, എവിടെ പോയി സ്വാമി? രാജൻ പറയുകയാണ്, ആ സ്വാമി എപ്പോഴേ പോയി, ചായ കുടിച്ചതിന്റെ കാശ് എന്നിട്ട് പോണേ. സുധീഷിന്റെ അരികിലേക്ക് വന്ന സ്വാമി ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? കൊള്ളായിരുന്നോ? സുധീഷ് പറയുകയാണ്, സൂപ്പർ ആയിട്ടുണ്ട്, പറഞ്ഞതിനെക്കാട്ടിലും 100 രൂപ കൂടുതലുണ്ട്. അങ്ങനെ സുധീഷ് ആ സ്വാമിക്ക് ക്യാഷ് കൊടുത്ത് ഒഴിവാക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്